സെക്കൻഡ് പാർട്ട്. ഇപ്പൊ നമ്മൾ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ കുറച്ച് പുരോഗതിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ സെക്കൻഡ് പാർട്ടിൽ നേരെ കണ്ട മുകളിൽ ഗൈസ്, അതാണ് നമ്മളെ സ്റ്റാർട്ടർ ബേസ് എന്ന് പറയുന്നത്. കുറച്ച് സമയം എടുത്തുണ്ടാക്കാനും കുറച്ചധികം സമയം എടുത്തിട്ടുണ്ടായി. എന്തായാലും ഇതിന്റെ ടൈം എന്തൊക്കെ പറയാ, ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എന്തായാലും കൊടുക്കാം. ഗൈസ് നമ്മൾ ചെറുതായിട്ട് സ്റ്റാർട്ടർ ബേസ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ, ഇത്ര ഉണ്ടാക്കിയിട്ടുള്ളൂ. അടിപൊളിയായിക്കണ് സ്റ്റാർട്ടർ ബേസ് ഒക്കെ ഇതിന് ധാരാളം ഗൈസ്. നമ്മളിന്ന് ഒറ്റയ്ക്കല്ല കളിക്കണേ, മൾട്ടിപ്ലെയർ ഉണ്ട്, AJ ബ്രോ ഉണ്ട് നമ്മളിപ്പം കളിക്കാന്. നമ്മൾ ഇന്നത്തെ എന്താ വെച്ചാല് കുറച്ച് അയണൊക്കെ മൈയണം. അതല്ലേ പരിപാടി? എന്താ പരിപാടി? എന്തേലൊക്കെ ചെയ്യാ. എന്തായാലും നമുക്ക് വേണ്ട ഡ്രാഗനൊക്കെ ഉണ്ടാകൊണ്ട് നമുക്ക് കുറച്ച് മൈനിങ്ങിന് പോകണം. പിന്നെ കുറച്ച് അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യണം, ഒരു വില്ലേജ് കണ്ടുപിടിക്കണം. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ പരിപാടി. നമുക്ക് എന്തായാലും ഇനിയിപ്പോ വൈകിപ്പിക്കണ്ട, നേരെ നമുക്ക് പണി തുടങ്ങാം. ഞാനിപ്പോ നോക്കിയാല് കോപ്പറിന്റെ ആർമറാണ് മുഴുവനുള്ളത്. വേണ്ട വേണ്ട, ലാഭം വേണ്ട, മുകളിൽ തന്നെ പോവാ. കേറിക്കോ കേറിക്കോ. എങ്ങനെ ഇത് നേരത്തെ കേറിയേ? കൂടെ കേറി കൂടെ ഇത് കൂടെ ഇവിടെ പൊട്ടിക്കണല്ലേ? കൂടെ ഇത് കൂടെ. എടാ, ഇതിന്റെ ഒക്കെ പ്രോഗ്രാമിംഗ് ഇവരെങ്ങനെ ചെയ്യണേ? ആവോ, ഇൻഫിനിറ്റി അല്ലേ ഇതൊക്കെ? yeah of course. ഞമ്മളും എവിടെ? നീ കേറി പോയോ? അടിപൊളി. വഴിയൊക്കെ ഓർമ്മ ഉണ്ടല്ലേ? വഴി എന്ത്, ഭൂമി ഉണ്ടല്ലേ? എടാ, എവിടെങ്കിലൊക്കെ ഡയമണ്ട് ഉണ്ടോ നോക്കിക്കോ. ലാപ്പിസ് ലസൂരി, ലാപ്പിസ് ലസൂരി ചത്ത്. ഞാനതിന്റെ അടിക്ക് വീണ്. ഏതിന്റെ? നല്ലുണ്ട്. അതിന്റെ അടിക്ക് വലിയ കേവാ. എന്നാ അടിയിലേക്കും കൂടി ഇറങ്ങിക്കളയാ. നിക്ക് ഞാനും വരട്ടെ. വാ, വല്ല പറ്റാണ്. നീ എവിടെ? അത് ഞാന് വികാതിരിക്കുക HP കുറയാതിരിക്കാൻ വേണ്ടിട്ട് സൈഡിൽ കൂടെ കുഴിച്ചിറങ്ങിയതാ. അതിനെക്കാട്ടി വലിയ കുഴി പോയി. അടിപൊളി. ഇത് വലിയതാട്ടോ, വലിയ കേവാ അത്. 8 ഡയമണ്ട് വീണ്ടും കിട്ടി. ഇത് വഴിയായിരിക്കും. ഫുള്ളും ഡയമണ്ട് ടൂളിലേക്ക് മാറാൻ പറ്റും തോന്നുന്നല്ലോ. ഡയമണ്ട് ടൂൾ ആൻഡ് അയൺ ആർമർ കോംബോ. ഓ മൈ ഗാഡ്. ചീറി പാഞ്ഞ് എല്ലാ എഴുത്തും കളഞ്ഞിട്ട് വരണ്ട, മെല്ലെ വന്നാ മതി. എവിടെ നീ? ഞാൻ വന്നോണ്ടിരിക്കുക. വഴി ഓർമ്മ ഉണ്ടോ? സീനില്ല, കുറച്ച് ഓർമ്മ ഒക്കെ വെച്ചിട്ടുണ്ട്. നീ താഴെയാ? അതാ കേറി വരിക. കമോൺ. എന്താലേ, ഒരു ചെറിയ കുഴിന്ന് തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര വലുതാ? അടിയിൽ കാണുമ്പോ തന്നെ പേടിയാണ്. മേലൊന്നും ഇല്ലാന്ന് പറഞ്ഞ് തരാന്ന്. അടിപൊളി. ഞാനങ്ങനെ മേലെ കേറി ഈ കട്ട വേണോ? നീ എവിടുന്ന, നമ്മൾ ഏത് കൂടെ വന്നേന്ന് ഓർമ്മ ഉണ്ടോ? എങ്ങനെ കേറും? നമ്മൾ ഏത് കൂടെ? അതൊക്കെ പൊട്ടിച്ച് ഇത് കൂടെ അല്ലേ നമ്മള് വന്നേ?
അതാ അതാ കട്ട കിട്ടിയില്ലേ? ഞാൻ എന്റെ മറ്റേ സ്കില്ലൊക്കെ എടുക്കുന്നു. ആ വേണ്ട, നീ തൽക്കാലം കട്ട വെച്ച് കേറി വാ. ഇവിടെ ഇപ്പോ എമ്മാതി ശബ്ദതയാ. വാ, ഓർമ്മയുണ്ടോ ഈ കുഴി? ഞാൻ ഈ കുഴിക്ക അല്ല, അതിൽ കൂടി ഇനിയിപ്പോ നമ്മൾ എങ്ങനെ ഇറങ്ങും? ഇപ്പൊ തൽക്കാലം ഈ കൂടെ ചത്ത് ചത്തില്ലേ? എങ്ങനെ ഇപ്പൊ അവിടുന്ന് രക്ഷപ്പെടുക? വണ്ടിയിൽ വാട്ടർ ബക്കറ്റ് ഉണ്ടോ? ഇല്ല, എല്ലാം വീട്ടിലാ. എവിടെ ഒരു വാട്ടർ ബക്കറ്റ് കൊണ്ടാണ് നമ്മളിവിടെ. ടോർച്ചൊക്കെ താഴെ വീണില്ലേ? കൊഴപ്പല്ല, എല്ലാം താഴെ ഈ കോളനി പോയിട്ട്. എന്റെ മോനെ, ഇത് ചെറിയ സംഭവം അല്ല, ഇത് വലുതാണ്. ഞാൻ പോയ ഞാൻ ചാവും. അതാണ് ചെയ്യുന്നത്, രണ്ടുപേരും ഒരുമിച്ച് താക്കണം. നീ എവിടെ? എന്റെ അടുത്ത് വന്നോണ്ടിരിക്കും. എന്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ. അടുത്തൊന്നുമല്ല, താഴെയാ. ഞാൻ വരുന്നുള്ളൂ. മറ്റേ തല തട്ടുന്ന സ്ഥലല്ലേ, അവിടെ എത്തിയിട്ടുള്ളൂ. ഓ, അവിടെ എത്തിക്കൊള്ളൂ. വെള്ളത്തിന്റെ കൂടിയാ? അല്ല, നേരത്തെ കട്ടിട്ട് തന്നില്ലേ, അവിടെ നിന്റെ പേര് കാണാ. അവിടുന്ന് ഇങ്ങോട്ട് പോയിച്ച കറക്റ്റ് ഇങ്ങോട്ടേക്കാ. കുഴിക്കണെങ്കിലും വല്ലതും വേണ്ടായി. അവിടെ നിന്ന് ഇങ്ങനെ കേറി കേറി വരികയല്ലേ. ഇപ്പൊ ഞാനെന്ത് കട്ടയില്ല, നോക്കാം, ശ്രമിക്കാം. ഓക്കെ, എവിടെ നീ? ഓ, അവിടെ ഉള്ളൂ. ഇങ്ങോട്ട് കുഴിക്കല്ലോ. കുഴിക്കൊന്നല്ല, ഞാൻ നടന്നു വരിക. കറക്റ്റ് ഒരു വഴി ഉണ്ടാക്കി വെക്കണം. കുറച്ച് കട്ടിട്ട് എടാ, ബാക്കിൽ ക്രീപ്പർ. ചാവൊന്നുമില്ല, ഞാൻ പറ്റില്ല. അവിടെ നിന്ന് പാത്തൊന്ന് റെഡിയാക്കി. ഇവിടുന്ന് ഇങ്ങനെ വരുന്നു, എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ കയറുന്നു. എടാ, ഞാനെന്ത് മണ്ടനാ, ഇന്ത്യയിൽ വാട്ടർ ബക്കറ്റ് ഉണ്ടായിട്ട് നീ ഒരു ഇങ്ങനെ ഒരു വഴി ഇവിടുന്ന് ഇങ്ങനെ സോമ്പിന്റെ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ. ഇവന്മാര് കൊണ്ട് സ്പോണായോ? കുറച്ചൊന്നും അങ്ങോട്ട് മാറി നിൽക്കുള്ളല്ലോ. എന്താ ഫുഡിനുള്ള വകയായി? ബാക്കിൽ ഇവിടെ വയ്ക്കണോ? ഇവിടെ വയ്ക്കല്ലേ? അവിടെ തന്നെ വെച്ചോ. ഞാൻ എന്റെ ഹെൽത്ത് ഒന്ന് ഫുള്ളാക്കട്ടെ. ഈ പതുക്കെ വന്നാ മതി, ഞാൻ എന്തായാലും ഇപ്പൊ പോയി ചാവും. ചാവല്ലേ? എന്റെ സാധനങ്ങളൊക്കെ എവിടാ? നീയൊക്കെ കൊണ്ടുപോയി മുണിങ്ങിയില്ലേ നിങ്ങളൊക്കെ? ചാവല്ലേ? നിങ്ങളുടെ തിരിച്ചു എല്ലാ സാധനം തിരിച്ചു വെച്ചിട്ട് പോവുക. ആ കുട്ടി സോംബി ചത്ത്. ഫസ്റ്റ് ഡെത്ത്. പകരം വീട്ടാൻ ഞാൻ ഇനി വരില്ല.
സാധനങ്ങളൊക്കെ പോയി എടുത്തിട്ട് പകരം ഞാൻ ഇനി പോയിട്ട്. വരുള്ളൂ. അതൊക്കെ ഞാൻ ഇനി എടുത്തിട്ട് ഇവന്മാരെ അടിയന്തരം നടത്തിയിട്ടേ ഞാൻ ഇനി വരുള്ളൂ. ഏത് കൂടെ വഴി ഏതീന്നടാ? ഒരു നിക്ക് ബാക്ക്. പോലെ ഞാനും വരാം. ഞാനിവിടെ എത്തി. ഒന്നുമില്ല, നമ്മൾ പച്ച കൈ കൊണ്ടും പച്ചല്ല വെറും കൈ കൊണ്ടാ നമ്മള് പോണേ. നോക്കോ എല്ലാത്തിനും തീർക്കും. ഞാൻ ഇടക്കിടക്ക് വരുന്ന കൊണ്ട് എനിക്ക് വലിയ വിശ്വാസം. എപ്പോഴും ചെത്താൽ ഇടയ്ക്കിടയ്ക്ക് വരേണ്ടി വരും. ഇത് മോടുക്കാലേ വഴിയൊക്കെ വെട്ടി വെച്ചുകൊണ്ട് നമുക്കിപ്പോ പണി എളുപ്പമായി. റിവഞ്ച് 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 അത് ഞാൻ എടുക്കും. അത് ഞാൻ എടുത്തിരിക്കും. അത്രയും ഡയമണ്ട് വെറുതെ കളയാൻ എനിക്ക് മനസ്സില്ല മോനെ. അല്ല എൻ്റെ ബ്ലോക്ക് ഇല്ല. അയ്യോ ചെറുതായിട്ട് പാടിയോ എന്നൊരു സംശയം. എടാ ബ്ലോക്കില്ലടാ. എന്തെങ്കിലും ഉണ്ടോ? പിക്സലെ എന്താ കാണുന്നത്? എന്തെങ്കിലും ഉണ്ടോ? എന്തായി? ബ്ലോക്കില്ല കേറാൻ. ഞാൻ ഇവിടെ കറക്റ്റ് പണിത് വെച്ചേന്ന്. നീ ഇപ്പൊ ഇത് നിക്കണോടേക്ക് ഒന്ന് പൊട്ടിച്ചാ വെച്ചാ മതി. കഴിഞ്ഞു. നീ ഇപ്പൊ നിക്കണോടേക്ക് ഒന്ന് വെച്ചാ മതി. ഇതുവരെ ഒന്നുമില്ല. ഒന്നുമില്ല. എന്തുവാടേ നീ ഇത് പൊട്ടിക്ക് ഇപ്പൊ തൽക്കാലം. ഇത് വെച്ച് കേറാം. എന്ത്? അതൊന്നും വെച്ച് കയറാൻ പറ്റില്ല. ഇത് പൊട്ടിക്ക്, ഇത് പൊട്ടിക്ക്. ഇതുകൊണ്ട് പൊട്ടിച്ചിട്ട് അവിടെ അത് വെച്ചിട്ട് നേരത്തെ ഒരു ചെറിയ വഴിയെങ്കിലും ഉണ്ടാക്കി വെച്ചതുകൊണ്ട് അത് കാറ്റിൽ ചോരുലയാണ്. പിടിയടാ. ഞാൻ ആക്കി പിടിച്ചിട്ട് കാര്യമില്ല. അനക്ക അടിയുള്ളൂ. റിവെഞ്ച് എന്റെ ഒന്നുമില്ല. ഞാൻ പോവാണെങ്കിൽ ചാവും. പക്ഷെ ഞാൻ റിവെഞ്ച് എടുക്കും. ഒന്നിനും തോറ്റ് വരാൻ എനിക്ക് സാധ്യമല്ല. അവിടെ ഞാൻ ഉണ്ടാവുമ്പോ ചാവ്. ഇമ്പോസിബിൾ. അവിടെ ഒരു ക്രീപ്പർ ഉണ്ട്, അവിടെ ഒരു സ്കെൽട്ടൺ ഉണ്ട്. ബാ എല്ലാരും മറികടന്ന് താഴേക്ക് ചാടുന്നു. അതാ ഇവിടെ ഒരു ക്രീപ്പർ. അതാ താഴെ അടുത്ത ക്രീപ്പർ. ക്രീപ്പറോട് ക്രീപ്പർ പോയി കളക്ട് ചെയ്യടാ. അത് എവിടെ? ഇവന്മാരൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇവന്മാരൊക്കെ ഞാൻ നോക്കിക്കോളാം. ഞാൻ ഇവിടെ നിന്ന് ഓക്കെ ചത്ത്. ഓക്കെ. വാ 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 വാ. അതറാ അവിടെ ആ കണ്ട് ഇവിടെ എക്സ്പി ആണ് ഇത്. കണ്ട് 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 കണ്ട്. ഇവിടെ സ്ലൈം ചങ്കാലേ. ഓക്കെ ക്രീപ്പറെ പൊട്ട് 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 പൊട്ട്. എടാ ഇവിടെ എവിടെ ഞാൻ ഡയമണ്ട് കണ്ടിട്ട് കേറി എടുക്കാൻ പോയപ്പോഴാണ് മൂഞ്ചി. എടാ ഈ സ്കെൽട്ടന്റെ മോനൊന്നും അടിക്ക്. എവിടെ എവിടെ എവിടെ? ഓട് 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 ഓട്. ഡയമണ്ട് ഇവിടെ ഉണ്ട്. ഡയമണ്ട് ഇവിടെ ഉണ്ട്. ഞാൻ കണ്ട്. ഫുഡ് ഉണ്ടായി ഒന്ന് തരുമോ? ഫുഡ് ആകെ ഒറ്റുന്നുള്ളൂ. ഞാൻ ഇപ്പൊ ചാവും. നിക്ക് നിക്ക് നിക്ക്. ചത്ത്. എടാ എന്നെ ഒറ്റക്കിട്ട് പോയില്ലേ. ഇങ്ങനെ വരണം. അവിടുന്ന് പിന്നെ ചാവും പിന്നെ ഇങ്ങോട്ട് വരാം. ഇനി വരണോന്നില്ല. ഞാൻ വേണമെങ്കിൽ എല്ലാം എടുത്തിട്ട് അങ്ങോട്ടേക്ക് വരാം. എടാ ഇവിടെ എവിടെ ഞാൻ ഡയമണ്ട് കണ്ടറാ. ഞാൻ കണ്ടവിടെ അവിടെ ഉണ്ടായിരുന്നല്ലോ. ഇവിടെ കൊറേ ഡയമണ്ട് വാരാ. സോമ്പി പണ്ടാരമേ വാ. നമുക്ക് ഇന്ന് തന്നെ ഡയമണ്ട് ആർമറിലേക്ക് മാറാട്ടോ. കേക്കുണ്ടോ? ആ ഒരു 12 പെന്ന് ഒപ്പിച്ചു. ആ മതി. എന്റെ സാധനം വന്ന് ഞാൻ തൊട്ടിക്കില്ല കേട്ടോ. എന്നെ വന്ന് എടുത്തോണ്ടി.
ഏയ് അത് ഡീസ്പോൺ ആയി പോ എടുക്കടാ. അയ്യോ ആയി. ആയി ഇല്ല ആയേനിപ്പോ നീ പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ ആയേന്. അതിനെന്താ കുറച്ച് ഒരു ആക്സും പിന്നെ ഒരു ഷീൽഡ്. ഞാൻ ഒരു കാര്യം പറയണേ കണക്ക് കൂട്ടുമോ? പറ. ഒരു ഹെൽമെറ്റിന് 4 ഡയമണ്ട്. 4 ഡയമണ്ട്. അപ്പൊ 4 അല്ലല്ലോ, 5. 5 ഡയമണ്ട്. ആ അപ്പൊ 2 എണ്ണത്തിന് 10. ബൂട്ടിന് 4 അപ്പൊ 2 എണ്ണത്തിന് 8. അപ്പൊ 10 8 18 അല്ലേ? 18. ചെസ്റ്റ് പ്ലേറ്റിന് 8. 8 16. അപ്പൊ 18 16 16 18 16 അല്ലേ? 34. ഒന്നുമില്ല 34 ഡയമണ്ട്. 19. ഇപ്പൊ എത്രയും കുറച്ചുള്ളൂ. നമുക്കെന്തായാലും ഡയമണ്ടിന്റെ ടൂളും അയന്റെ ആർമറും ആക്കാം. അതെന്തായാലും അടിപൊളിയല്ലേ. നിന്റെ ഷീൽഡും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടേ എടുത്ത് കൈ പിടിക്കാം. ലാഗ് അതാ പെട്ടിയിൽ വെച്ചിക്കണ. പെട്ടിയിലാ? ഈ പെട്ടിയിലുണ്ട് ഫുഡ് കുറച്ചിനടുത്ത്. നമ്മളിനി നമ്മളെ ആർമറും കൂടി സെറ്റ് ആവുകയാണെങ്കിൽ നമ്മള് നേരെ വില്ലേജ് തപ്പി പോണേക്കും. 1 2 3 തികയൊന്നുമില്ലല്ലോ. അടാ പൊട്ടാറ്റോ നട്ടൂടെ ഇന്നില്ലേ? അതാ ഓക്കെ. ഇനി എന്താ കിട്ടാളെ? ബൂട്ടല്ലേ? ബൂട്ട് സെറ്റ് ആക്കി തരാം. എന്നാ ബൂട്ട്. ഇല്ല ഞാൻ സെറ്റ് ആവട്ടെ. എടാ ഇതുണ്ടോ? സ്റ്റിക്ക് ഉണ്ടോ? സ്റ്റിക്ക് ഇല്ല, എന്റെ നിലവില് കയ്യിലില്ല. താഴെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. ഇവിടെ അല്ല മരമുള്ളത്. വെട്ടന്നെ അങ്ങട്ട് നോക്കാൻ പറ്റുമോ? ലാവ ബ്ലോക്കോ? സ്ലാബ് ബ്ലോക്ക് ആക്കാൻ പറ്റൂല. ഭയങ്കര ഒരു പ്രശ്നമാണ് സ്ലാബ്. പക്ഷെ ബ്ലോക്കിന്റെ അതേമാതിരിക്ക് വെക്കാൻ പറ്റും. പക്ഷെ എടുക്കുമ്പോ 2 സ്ലാബ് ആയിട്ട് തന്നെ ഉണ്ടാവുള്ളൂ. അത് മാത്രല്ല ഇതിന്റെ മണ്ടക്കൊന്നും വെക്കാനും പറ്റൂല സ്ലാബിന്റെ. അതാ ഇതിനോട്ട് വലിയ പ്രശ്നമാണ്. ഇനി നിനക്ക് വേണ്ടത് എന്തെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇത് 1 ഇത് 2 ഇത് 3 ഇത് 4. ബാക്കി 17 ഡയമണ്ട് ചെസ്റ്റ്. ആ ഡയമണ്ടിന്റെ പിക്കാക്സ് ഉണ്ടാക്കണ്ടായിരുന്നു. അതെന്തിനുണ്ടാക്കിയേ? അയണ് മതിയെന്നു. കടക്കട്ടെ. അയന്റെ ആവശ്യം നമുക്കുള്ളൂ. ഒന്ന് നിന്റെ കയ്യില് വെച്ചോ, ഒന്ന് ഞാൻ ചെസ്റ്റിൽ വെച്ചിക്കണ്. ഞാൻ ചെസ്റ്റിൽ തന്നെ വെച്ച്. അതിന്റെ ആവശ്യമില്ല. എല്ലാം എടുത്ത് വെക്കല്ലേ. ഒന്ന് വെച്ചോ, ആവശ്യം വരും. നമ്മളെ പോണ വഴിയിൽ എവിടെയെങ്കിലും പോർട്ടൽ എന്തെങ്കിലും കണ്ടാലോ? ഒബ്സിഡിയം മാറ്റിക്കൊണ്ട് വരാലോ. എനിക്കിനി എന്ത് വേണം? ചെസ്റ്റ് പ്ലേറ്റ് വേണം. കഴിഞ്ഞോ? എവിടെ പോയി? അയണ് കഴിഞ്ഞോ? താഴെ കുറച്ചുണ്ടാവുമല്ലോ. എല്ലാം എടുത്തോ. കൊഴപ്പല്ല, ഇത് മതി. 3 അത് കയ്യിൽ നോക്കാം, എവിടുന്നേലും കിട്ടും.
വേണ്ട, ഇത് മതി, ഇപ്പൊ തൽക്കാലത്തിന് ഇത് മതി. ബാ, പോണ വഴിക്ക് എവിടെന്നെങ്കിലും കിട്ടിക്കോളൂ. ബോട്ട് എടുക്ക്, ബോട്ട് എടുക്ക്. ബോട്ട് എവിടെ? നമ്മൾക്ക് ബോട്ട് ഉണ്ടോ? ആ, എടുത്തുക്കണം പാപ്പ. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഒരു മിനിറ്റ്. ഇങ്ങോട്ടെ. അങ്ങോട്ട് ഈ റൂട്ട് നമുക്ക് സാവന്നെ ആ രീതിക്ക് നോക്കിയാലോ? അതന്നെ, അതാ പറഞ്ഞ, ഈ റൂട്ട് പോവാ. Guys, കുറച്ച് നമ്മളിനി മരം നേരെ വില്ലേജ്. മരം എന്തിനാ? ആ, കടക്കട്ടെ, ആവശ്യം വരും. ആവശ്യം വരും. ഒന്നും നമ്മൾ അങ്ങോട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്നില്ല. എന്ത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കും. നമ്മളിനി തീരെ ഇഷ്ടല്ല എന്ന് പറഞ്ഞ സാവന്നയിലേക്ക് തന്നെ പോവാൻ നോക്കാണ്. സ്റ്റോണേ കിട്ടു നോക്കിയത്. സ്റ്റോൺ എന്തിനാ? എടുത്ത് കയ്യില് വെച്ചോ, ആവശ്യം വരുമല്ലോ. എന്നാ ബാ. നമ്മളായ കൊണ്ട് വില്ലേജ് തപ്പിയിട്ട് വല്ല വേറെ എവിടേക്കെങ്കിലും കേറി. അതെന്തായാലും പോവും. പോവാൻ ആ, ഇതാ ഞാൻ. ഇതുവഴി അങ്ങോട്ട് പോവാ. ഇതാ ഇങ്ങോട്ടേക്ക് പോവല്ലേ? ഇവിടല്ലേ? ഇവിടെ അല്ലേ? ഇവിടെ തന്നെ. നീ എവിടെ? ഞാൻ അതാ അവിടെ നീതി കളിക്കണേ ബോട്ടില്. ആ കരയിൽ കൂടെ പോവാ. ലിഫ്റ്റ് വേണോ? ലിഫ്റ്റ്. നമ്മള് ബോട്ട് പൊട്ടിക്കുന്നു. കരയെ കൂടെ നടന്നു പോവാ. ഉള്ള പശുവിനൊക്കെ കൊന്നോ? ഈ പശുവിന് നമുക്ക് ആവശ്യമില്ലാത്ത പശുക്കളാണ്. എടാ, ഇത് സാവന്യും മറ്റേത് മിക്സ് ആണ്. എവിടെ? നീ എവിടെ? ഞാനവിടെ. എവിടെ? അല്ല, ഈ കോർഡിനേറ്റ് നോക്കിന്നോ അവിടുത്തെ? വീട്ടിലെത്തിയാണോ? ആ, ഇല്ല. അത് നോക്കിട്ട് നോക്കിയേക്ക്, പണി പാടും. ഇത് ഇവിടെ തന്നെ വില്ലേജ് ഉണ്ടാ. നീ എവിടെ? എവിടെ? നീ എവിടെ? കണ്ടോ? നീ എവിടെ? എവിടെയോ. നീ അപ്പത്തിരിക്കലും ഞാൻ അങ്ങോട്ട് വരാ. അതായിരിക്കും നല്ലത്. വേഗം വാ, എന്നിട്ട് വേണം എനിക്ക് വീഡിയോ ഉണ്ടാക്കാൻ. വേണ്ട, ഞാൻ കണ്ട്. ഗായ്സ്, അങ്ങനെ നമ്മൾ ചെറുതായിട്ടൊന്ന് ചത്തുപോയി. ഞാൻ എന്നിട്ട് വീണ്ടും അവിടെ തന്നെ പോയി. ഞാൻ വീട്ടിൽ സ്പോണർ വെച്ചിട്ടുണ്ടായത്. അപ്പത്തേക്ക് ഇവൻ എവിടേക്കൊക്കെയോ പോയി. നീ കുറച്ചു നേരം അവിടെ നിക്ക്, ഞാൻ എന്താ വന്ന്. എന്റെ ഞാൻ അങ്ങോട്ട് വന്ന്, ഇങ്ങോട്ട് വരണ്ട. വില്ലേജ് ഇല്ല ഇവിടെ. ഞാൻ തെണ്ടി അങ്ങോട്ട് ഇല്ല. അടുത്താണ്. നീ ഇത് അടുത്തന്റെ. ആ പുഴേന്റെ മൂലയിൽ കൂടെ അല്ലാണ്ട് ഇപ്പുറത്ത് കൂടെ വാ. ആ, ഇതല്ലേ നീ? നൈസ് ടു മീറ്റ് യു. എടാ, എങ്ങോട്ടാ പോവാ? നമുക്ക് എങ്ങോട്ടാ പോവാ? അങ്ങോട്ടോ? അങ്ങോട്ടന്നെ ഒറ്റ മൈൻഡ്. വാ, പോയൊക്കെ എവിടെങ്കിലൊക്കെ എത്തും. ഊഹൊന്നും ഇപ്പൊ നോക്കണ്ട. നമുക്ക് അത് കൂടെ പോവല്ലേ? ഈ അങ്ങനെ കേറി പോവാ. ഒരു എവിടെയും ഇല്ല തോന്നുന്നു. വില്ലേജ് ഗായ്സ്. അങ്ങനെ ലാസ്റ്റ് നമ്മളെ വില്ലേജ് കണ്ടുപിടിച്ച് കേട്ടോ ഗായ്സ്. അതൊക്കെ അത്രേ ഉള്ളൂ. വില്ലേജ്.
ആവശ്യമുള്ള ലൂട്ടൊക്കെ എടുത്തോ. പ്ലെയിനൊന്നും എടുക്കാനില്ലല്ലോ. വില്ലേജേഴ്സിനെങ്കിലും കിട്ടിയാൽ മതി. എൻ്റെ എന്തുണ്ട്? എനിക്കൊന്നും വേണ്ട. ബെഡ് ഇവിടെ കൊറേ അയം കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പൊ നീ കണ്ടീല്ലേ വില്ലേജ് ഒന്നും? നീ ഇപ്പോഴാണോ കാണണ്ടേ? നീ ഇപ്പോഴാണോ കാണണ്ടേന്ന്? മോനെ അപ്പൊ ഗായ്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയുള്ളൂ. നമ്മൾ എന്തായാലും വില്ലേജ് കണ്ടുപിടിച്ച് അതേപോലെ നമ്മൾ ഡയമണ്ടിന്റെ ടൂളൊക്കെ കണ്ടോ ഗായ്സ്? നമ്മൾ ഡയമണ്ടിന്റെ ടൂളൊക്കെ ഇതാക്കി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ പോർട്ടല് അവിടുന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്തായിരിക്കും. അതൊക്കെ നമ്മൾ ചെയ്യുക. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.